ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇന്ന് എന്താണ് വീഡിയോ എന്നുള്ളത്. ഇത് മണി പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നല്ല രീതിയിൽ എങ്ങനെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഗ്രില്ലിനകത്ത് വളർത്തിയിരിക്കുന്നതായ ഒരു മണി പ്ലാന്റ് ആണ്. നല്ല രീതിയിലാണ് അത് വളർന്നു വരുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, താഴോട്ട് ഇപ്പോൾ ഇങ്ങനെ വളർന്നു കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഇത് നമ്മുടെ വീട് പണി നടക്കുന്നതുകൊണ്ട് നിർത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ചട്ടിയിലോട്ടിത് നട്ട് വയ്ക്കാം. ജോലിക്കാർ വരുമ്പോൾ ഇത് അവർ വലിയ കെയറൊന്നും കൊടുക്കത്തില്ല, നമ്മൾ സൂക്ഷിക്കുന്നവരൊന്നും അവർ സൂക്ഷിക്കത്തില്ല. അപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു പോട്ടിനകത്തോട്ട് നടുന്ന രീതി കാണിച്ചു തരാം. അപ്പം കുറച്ച് കട്ട് ചെയ്യാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ മുറ്റത്ത് കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പണിയൊക്കെ ആയതുകൊണ്ട് എല്ലാത്തിനും സ്ഥലം മാറ്റം കൊടുത്തിട്ട് ഓരോരോ സൈഡിലൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം അതിനെ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. എത്ര നാളത്തെ കഷ്ടപ്പാടായിരുന്നു എന്നറിയാമോ ഇത്രയും ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് അധികം ചെടികളുടെ പേരുകളോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. എങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയും അതിൻ്റെ പേരും അത്യാവശ്യമൊക്കെ പഠിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് തെറ്റുകളുമൊക്കെ വരാറുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കുറേ ചെടികളുടെയൊക്കെ പേര് മിസ്റ്റേക്കായിട്ടൊക്കെ വരാറുണ്ട്. അതൊന്നും സാരമില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മണി പ്ലാന്റ് നടുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് നോക്കാം. എന്തോരം അളവിലൊക്കെയാണ് മണ്ണ് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു പോട്ടിനകത്ത് നിറയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടി, ഇപ്പം ഒരു പോട്ടിനകത്ത് എടുത്തതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇട്ടാൽ മതി. കുറച്ച് ഭാഗം, ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് വളമൊന്നും വാരിയിടേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ സ്വല്പം എല്ലുപൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന ഏതെങ്കിലും ജൈവവളം, സൂപ്പർ മീലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, അതും ഒരു സ്വല്പം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോട്ടിനകത്തോട്ട് നിറച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പോട്ടിനകത്ത് നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തണ്ട് കട്ട് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ ഇത്രയും വേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വല്പം അതങ്ങ് മാറ്റി കളഞ്ഞേക്കാം. എന്നിട്ട് ഓരോ നോഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം മണ്ണിലോട്ട് താഴ്ത്തി വെക്കാനായിട്ട് നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ ആവശ്യമില്ലാത്ത വലിയ വേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതെ, ഇത്രയും ഭാഗം നമ്മൾ മണ്ണിനകത്തോട്ട് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ തിക്കായിട്ട് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് തിക്കായിട്ട് ഇത് വളർന്ന് കിട്ടും. അതല്ല നമുക്ക് തിക്കായിട്ട് വേണ്ട 1-2 തണ്ട് വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. പക്ഷേ തിക്കായിട്ട് വെക്കുന്നതായിരിക്കും ഇത് മണി പ്ലാന്റ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 സൈഡും വേണമെന്നുണ്ടെങ്കിൽ മണ്ണിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കാം. നമ്മൾ കോവൽ തണ്ടൊക്കെ വെച്ച മാതിരി ഉണ്ടല്ലോ, അതേമാതിരി വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം. അതല്ല ഒറ്റയ്ക്ക് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ കുത്തി നിർത്താവുന്നതാണ്. ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും ഇത് വെച്ചാൽ നല്ല രീതിയിൽ ഇനി കിളിർത്ത് വന്നോളും. അവിടെ ഇങ്ങനെ കിടത്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വയ്ക്കാവുന്നതാണ്. ഇച്ചിരി മണ്ണങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒരു 4-5 എണ്ണം ഇതിനകത്ത് നമുക്ക് കുത്തി വയ്ക്കാം. ഇത് ഇച്ചിരി നല്ല വലിപ്പമുള്ള ഇലയാണിത്. ഇപ്പം എല്ലാ രീതിയിലും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കുത്തി വെച്ചിട്ടുണ്ട്, കിടത്തി ഇങ്ങനെ നട്ടിട്ടുണ്ട്, 2 സൈഡും മണ്ണിനകത്ത് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി സ്വല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത് തണലത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഒരുപാട് വെയിലൊന്നും കൊള്ളിക്കരുത്. വേരൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇത് പുറത്തോട്ട് വെച്ചിരുന്നാൽ മതി. എന്ന് വെച്ചാൽ വീടിനകത്തല്ല, ഇതെങ്കിലും ഒരു ഷെയ്ഡിൻ്റെ കീഴിലോട്ട് ഇത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഇതിപ്പം ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. ഓരോ നോഡും കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ഇഷ്ടം പോലെ വേരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നേക്കുന്നത്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോട്ടിനകത്തോട്ടൊക്കെ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മെറിനൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണിത്. അപ്പോൾ ഇങ്ങനെ വളർത്തിയാലും നല്ല രീതിയിൽ ഇത് വളർന്നു വരും. ഇതിനകത്ത് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളും ഒന്നുമില്ല. വെള്ളം കുറേശ്ശെ തീരുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അവർ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരും. ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ബോട്ടിലിനകത്തും ഒക്കെ നമുക്കത് നട്ടുപിടിപ്പിക്കാനേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഇത് നല്ല ഗ്രോത്തോടുകൂടി അത് വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇത് വേര് പെട്ടെന്ന് പിടിക്കാനായിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേരൊക്കെ പിടിപ്പിച്ച് നമുക്ക് പോട്ടിനകത്തോട്ട് ആക്കിയെടുക്കാനുള്ള എളുപ്പവിദ്യയാണ് ഇത്. അപ്പോൾ ഇതിന് നമുക്ക് ചട്ടിയിലൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അപ്പോൾ നമുക്കിത് നല്ല ആരോഗ്യത്തോടെ നല്ല ആരോഗ്യമുള്ള ഇലയോടും കൂടി അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള ഇലയായിട്ടാണ് ഇത് എനിക്ക് വളർന്നു വന്നത്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ എന്തെങ്കിലും ഇച്ചിരി ജൈവ സ്ലറിയോ എന്തെങ്കിലും നമ്മൾ പച്ചക്കറിക്ക് എടുക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും. ഇതിന് വേണ്ടുന്ന വളപ്രയോഗം എന്ന് വെച്ചാൽ കൂടുതൽ കെയറൊന്നും കൊടുത്തില്ലെങ്കിലും ഇത് നല്ല രീതിയിൽ വളർന്നു വരും. എന്നാലും അത്യാവശ്യം വേണ്ടതായ വളമെന്ന് പറഞ്ഞാൽ ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വല്പം ഇട്ട് കൊടുക്കാം ഇടയ്ക്കൊക്കെ. അതുപോലെ തന്നെ കിച്ചണിലെ വേസ്റ്റ് എന്ന് വെച്ചാൽ മുട്ടത്തോട്, പഴത്തൊലി ഇതൊക്കെ നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് ഒരുപാട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്തോടുകൂടി നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരുന്നതായിരിക്കും. പിന്നെ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ പിന്നെ മുറ്റമൊക്കെ നല്ല രസമായിരുന്നു നേരത്തെ കാണാനായിട്ട്. അപ്പം പുറകോട്ട് നോക്കുമ്പോഴേ ഏണിയും കട്ടയൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തന്നെ തോന്നുകയില്ല, അത്ര ഒരു വിഷമമാണ് മുറ്റത്തോട്ട് ഇറങ്ങുമ്പം തന്നെ. കാരണം ഇഷ്ടം പോലെ ചെടികളൊക്കെ നിന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ മാറ്റി മുറ്റം കാലിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനിയും നമുക്ക് പിന്നെ ചെടികളൊക്കെ നഷ്ടപ്പെടുത്താതെ വീണ്ടും പിന്നെ നല്ല രീതിയിൽ എനിക്ക് ചെയ്തെടുക്കണം. അത് ഞാൻ ചെയ്തെടുക്കും. ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തെടുക്കും. ഈ മണി പ്ലാന്റൊക്കെ ഇപ്പോഴേ പ്രൊപ്പഗേറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നാൽ നല്ല രീതിയിൽ പിന്നെ വീണ്ടും നമുക്ക് ഇവിടെയൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടതായ വളപ്രയോഗങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ ഇപ്പോൾ നഴ്സറിയിലൊക്കെ ചെന്നാലിപ്പം ഈ മണി പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ വിലയെന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ വളർന്നു വരുന്നത് താഴോട്ട് ഇങ്ങനെ വളർന്നു വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വളർന്നിട്ട് കട്ട് ചെയ്ത് മാറ്റി നടാം. അതല്ല എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നമുക്ക് പടർത്തി ഒരു വള്ളിയോ അല്ലെങ്കിൽ ഒരു കമ്പോ കുത്തി കൊടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിലും പടർത്തി വിടാവുന്നതാണ്. അതല്ല ബുഷിയായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ വേറെ അത് ഒരു ചട്ടിയിലോട്ട് മാറ്റിയാൽ വീണ്ടും നമുക്ക് കുറേ ചെടികൾ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് മണ്ണിൽ കുത്തി വെച്ചിരുന്ന എൻജോയ് പോത്തോസ് ആണ് കണ്ടോ. അത് നല്ല രീതിയിൽ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ. ഓരോ നോഡ് വെച്ച് കട്ട് ചെയ്തെടുത്തതാണ് കണ്ടോ. എന്നിട്ട് ഇത് മണ്ണിൽ കുത്തി വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനകത്തുനിന്നും നമുക്ക് വേരുകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരികയും അത് നമുക്ക് പിന്നെ പോട്ടിനകത്താക്കണമെന്നുണ്ടെങ്കിൽ ആക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ എൻജോയ് പോത്തോസാണ്. നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പം ആ രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നീളത്തിൽ പോകുന്നത് ഇതേപോലെ വളർത്തി കെട്ടി മേലോട്ട് വേണമെന്നുണ്ടെങ്കിൽ വിടാം. അപ്പോൾ ഇതും ഞാൻ ഗ്രില്ലിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റേണ്ടി വരും. അതല്ല നമുക്കിങ്ങനെ ബുഷിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ നീണ്ട തണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കത് ബുഷിയായിട്ട് നിർത്താവുന്നതാണ്. ഇത് സാറ്റിൻ പോത്തോസാണിത്. ഇത് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് വരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ഇതിനകത്തുനിന്നും കട്ട് ചെയ്ത് വേറെ വെച്ചിട്ടുണ്ട്. അതും നല്ല രീതിയിൽ വളർന്ന് വരുന്നുണ്ട്. മറ്റുള്ള മണി പ്ലാന്റിൻ്റെ കൂട്ട് ഇത് നല്ല സ്പീഡിന് വളരത്തില്ല. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭിത്തിയിലോട്ട് പടർത്തി വിട്ടേക്കുന്നതാണ്. മതിലയിലോട്ട് പടർത്തി വിട്ടിട്ട് നല്ല രീതിയിൽ വളർന്ന് കയറി പോകുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ വേരൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ വേറൊരു രീതിയിലും കൂടെ നമുക്ക് ഇത് എങ്ങനെയാണ് പോട്ടിനകത്ത് വളർത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ നിയോൺ പോത്തോസാണിത്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതും വേറെ ഒരു ടൈപ്പാണിത്. നല്ല ലീഫിനൊക്കെ നല്ലൊരു കളറാണിത്. ഇത് നമുക്ക് ബുഷിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം. അതല്ല പടർത്തി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വിടാവുന്ന ഒരു ടൈപ്പാണിത്. ഇതും നല്ലൊരു ടൈപ്പ് മണി പ്ലാന്റ് ആണ്. ഇപ്പോൾ അതിനകത്ത് 2 നിറമൊക്കെയാണ് വരുന്നത് ഇലയ്ക്ക്. കണ്ടില്ലേ, ഇതൊക്കെ നോക്കിക്കേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഓരോന്നോരോന്നും ഇവിടെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം വേറൊരു രീതി നടന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പോട്ടെടുത്തു. പോട്ടിനകത്തോട്ട് ആവശ്യമുള്ളതായ മണ്ണും വളവും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു തണ്ടെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി അങ്ങോട്ട് വെക്കാം. ആ മണ്ണ് കട്ട് ചെയ്ത ഭാഗം മണ്ണിനകത്തോട്ട് താഴ്ത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റി കൊണ്ടുവരാം. ഇനി വേര് പിടിക്കുമ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തങ്ങ് കൊടുത്തിരുന്നാൽ മതി. അവിടെ നിന്ന് നല്ല രീതിയിലങ്ങ് വളർന്നു വന്നോളും. അപ്പോൾ ഇച്ചിരി മണ്ണൊക്കെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വളർന്നു വന്നോളും. അങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിരുന്നാൽ മാത്രം മതി. കണ്ടല്ലോ, ഇങ്ങനെയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ വളർന്ന് വന്നതിന് നമുക്ക് സ്വല്പം വളവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് കുറേശ്ശെ വളം നമ്മുടെ ഈ മണി പ്ലാന്റിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്വല്പം ചാണകപ്പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തിയിരുന്നാൽ
നല്ല ആരോഗ്യത്തോടെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള ഗ്രോത്തോടെ ഇത് വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ അരുവിലോട്ടും നമുക്ക് ഇച്ചിരി വളം ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല ഗ്രോത്തോടുകൂടി വളർന്നു വരുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് പഴുത്ത ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയണം. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മണി പ്ലാന്റിനകത്ത് ശ്രദ്ധിക്കാൻ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം വെർട്ടിക്കൽ പോട്ടിനകത്ത് നമുക്ക് നട്ട് വേര് ഒരു 5-6 കഷ്ണം വീതം നമുക്ക് ഈ വെർട്ടിക്കൽ പോട്ടിനകത്ത് നട്ടിട്ട് വേര് പിടിപ്പിച്ച് നമുക്ക് പിന്നെ കൊണ്ടുവന്ന് ഡയറക്റ്റ് നമ്മുടെ പോട്ടിനകത്തോട്ട് ആക്കിയാലും മതി. അപ്പോൾ നമ്മൾ അരേലിയ നമ്മുടെ ഗ്രാസും ഒക്കെ നമ്മളങ്ങനെ കാണിച്ചില്ലായിരുന്നു. അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലും നല്ല രീതിയിൽ നമുക്കത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഏത് പോട്ടാണോ എടുക്കുന്നത് ആ പോട്ടിനകത്തോട്ട് ആക്കി വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് വളർന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതായ പോട്ടിനകത്ത് നമ്മൾ ഈ വെർട്ടിക്കൽ പോട്ടിനകത്ത് ആദ്യം നട്ടുപിടിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ല ഉത്തമ മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ മണി പ്ലാന്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പം നമ്മുടെ നഴ്സറിയിലൊക്കെ ചെന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കുഞ്ഞു തണ്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാലും അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.